നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര തൊഴിൽ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ അതിരൂപതയും കേരള ലേബർ മൂവ്മെന്റിന്റെയും നേതൃത്വത്തിൽ മെയ് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായി പുല്ലുണക്കിയത് മൂലം മണ്ണുത്തി ഫാം പടിയിൽ തീപിടുത്തം. കുട്ടനല്ലൂർ സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട ശിലാസ്ഥാപന കർമ്മം മാർ ടൗണി നീലങ്കാവിൽ നിർവഹിച്ചു. തൃശൂർ റൂറൽ പോലീസിൽ നിന്നും വിരമിക്കുന്ന 6 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫിനും യാത്രയയപ്പ് നൽകി. കുണ്ടുകാട് ശ്രീ പേര ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര തൊഴിൽ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ അതിരൂപതയുടെയും കേരള ലേബർ മൂവ്മെന്റിന്റെയും നേതൃത്വത്തിൽ മെയ് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. KLM മരിയാപുരം യൂണിറ്റിൽ ഉള്ള തട്ടിൽ വല്ലച്ചിറക്കാരൻ വിൽസൺ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മരിയാപുരം പള്ളിയിൽ നിന്നും മെയ് 1 രാവിലെ 8:30 മെയ് ദിന റാലി സംഘടിപ്പിച്ചു. തുടർന്ന് മാറാണ്ടൂസ് താഴത്ത് കാർമ്മികത്വം വഹിക്കുന്ന പരിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. KLM തൃശൂർ അതിരൂപത പ്രസിഡന്റ് മോളി ജോബി അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനം റവറന്റ് ഫാദർ ജോർജ് തോമസ് നിരപ്പുകാലയിൽ ഉദ്ഘാടനം ചെയ്തു. മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായിരുന്നു. റവറന്റ് ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, കൗൺസിലറായ പ്രവീൺ ലാൽ, KLM സംസ്ഥാന സെക്രട്ടറി ബിജു ചിറയത്ത്, ട്രഷറർ ഫ്രഞ്ചി ആന്റണി, KLM വനിതാ ഫോറം പ്രസിഡന്റ് ബേബി ഡേവിസ്, KLM സെക്രട്ടറി ജോൺ മാത്യു, പ്രസിഡന്റ് വർഗീസ് മാസ്റ്റർ, കൺവീനർ ഷാജു ആന്റണി, ജോസ് പുങ്കത്ത്, പോൾസൺ ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. KLM ജനറൽ സെക്രട്ടറി ബേബി വാഴക്കാല സ്വാഗതവും അതിരൂപത അംഗം ലിജി വർഗീസ് നന്ദിയും പറഞ്ഞു. തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ച അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. രക്ഷകനായി ഈശോയുടെ വളർത്തുപിതാവും സംരക്ഷകനുമായി വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്തതിനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവതരിച്ച വചനത്തിന് ജീവിതം സമ്പൂർണമായി സമർപ്പിച്ച മാർ യൗസേപ്പിനോടൊപ്പം നിർമ്മല ഹൃദയത്തോടെ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. അശാസ്ത്രീയമായി പുല്ല് ഉണക്കിയത് മൂലം മണ്ണുത്തി ഫാം പടിയിൽ തീപിടുത്തം. മെയ് ദിനത്തിൽ ഉച്ചയ്ക്കാണ് സംഭവം. അനധികൃതരുടെ അനാസ്ഥ മൂലം കേരള കാർഷിക സർവകലാശാലയുടെ മുൻവശത്തുള്ള നാഷണൽ ഹൈവേ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് പുല്ലുണക്കി തീപിടിച്ചതുമൂലം വൻ നാശനഷ്ടമുണ്ടായി. നിയമാനുസൃതമല്ലാത്ത രാസവസ്തുക്കളുടെ സഹായത്താൽ അധികൃതർ തന്നെ പുല്ല് ഉണക്കുന്നതായാണ് പരാതി. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ മുൻഭാഗം മുതൽ വെട്ടിക്കൽ 7 Seas ഡിസ്റ്റിലറീസ് വരെയുള്ള പ്രദേശത്താണ് ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടമാണ് ടെലികോം മേഖലയിലുള്ള സേവനദാതാക്കൾക്കുണ്ടായത്. മണിക്കൂറുകളോളം ഇന്റർനെറ്റ്, ടെലിവിഷൻ സേവനങ്ങൾ നിലച്ചതിനാൽ ഉപഭോക്താക്കൾ ഏറെ ബുദ്ധിമുട്ടി. ഫയർഫോഴ്സും പോലീസും എത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചു. സമയാസമയങ്ങളിൽ പുല്ല് വൃത്തിയാക്കാത്തതും അനധികൃതമായി വേസ്റ്റ് തള്ളുന്നതും ഈ പ്രദേശത്ത് നിത്യസംഭവമാണ്. ഇത് കൃത്യമായി പരിഹരിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള അശാസ്ത്രീയ രീതികൾ അവലംബിക്കുന്നത് മൂലം കഷ്ടത്തിലായത് ജനങ്ങളും മെയ് ദിനം പ്രമാണിച്ച് അവധിയെടുക്കേണ്ട തൊഴിലാളികളുമാണ്.
കുട്ടനെല്ലൂർ സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട ശിലാസ്ഥാപന കർമ്മം മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. SABS സന്യാസി സമൂഹത്തിലെ നിർമ്മൽ റാണി പ്രൊവിൻസ് സുപ്പീരിയർ മദർ പ്രൊവിൻഷ്യലായ റവറൻഡ് സിസ്റ്റർ സോഫി പേരെപ്പാടൻ, റവറൻഡ് സിസ്റ്റർ റോസ് മേരി പ്ലാക്കൽ, മുൻ മാനേജർ പ്രൊഫസർ PC തോമസ്, സ്കൂൾ സ്ഥാപന മാനേജ്മെന്റ്, കുടുംബാംഗങ്ങൾ, കോർപ്പറേഷൻ കൗൺസിലർമാരായ ഹരീഷ് മോഹൻ, പ്രവീൺ ലാൽ, PTA പ്രതിനിധികൾ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷമ്മി പോൾ, ഹെഡ്മിസ്ട്രസ് അനു ആനന്ദ്, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഹൈസ്കൂളിൻ്റെയും പ്രിൻസിപ്പൽസ്, മറ്റ് അധ്യാപകരെ, പ്രിയ PTA പ്രസിഡന്റ്, അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങി നമ്മളുടെ ഇവിടുത്തെ ജനപ്രതിനിധി തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരുടെ പ്രിയ സഹോദരി സഹോദരങ്ങൾ, വളരെയേറെ സന്തോഷമുള്ള ഒരു കർമ്മത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൻ്റെ ദീർഘകാലത്തെ ആ ഒരു പാരമ്പര്യത്തിൽ ഒരു പുതിയ അധ്യായം ഇവിടെ എഴുതി ചേർക്കപ്പെടുവാൻ പോവുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഈ സ്കൂൾ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നിട്ടുള്ള ഒരു സ്കൂളാണ്. എൻ്റെ തന്നെ ഞാനിവിടെ പറയുണ്ടായി ബന്ധുവായ കുഞ്ഞാറൻ ടീച്ചറും അങ്ങനെ പലരും പഠിപ്പിച്ചിട്ടുള്ളൊരു വിദ്യാലയം. അങ്ങനെ പല വിധത്തിലും ഈ സ്കൂളുമായിട്ട് മനസ്സുകൊണ്ട് ഒത്തിരി അടുപ്പം എനിക്കുണ്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു പുതിയ ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ മുൻകൈ അങ്ങനെ വിശുദ്ധ അഗസ്റ്റിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് വിശുദ്ധ അഗസ്റ്റിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ സ്കൂളിൻ്റെ ശില വെഞ്ചിരിക്കുന്ന കർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കട്ടെ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് അരുളി ചെയ്ത മിശിഹ ഈ വിദ്യാലയത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രകാശവും മാർഗദീപവുമായിരിക്കട്ടെ. ശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ വിദ്യാലയത്തെയും ഇതിലെ അധ്യാപകരെയും ഇതിലെ അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആശീർവദിക്കണമേ. നിർമ്മാണം പൂർത്തിയാകുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾ യാചിക്കുന്നു. ഇവിടെ നിർമ്മിക്കുവാൻ പോകുന്ന ഈ കെട്ടിടത്തിൻ്റെ അടിസ്ഥാന ശില കർത്താവേ അങ്ങ് ആശീർവദിക്കണമേ. അങ്ങാണ് യഥാർത്ഥ മൂലക്കല്ലും പണിക്കാരനുമെന്ന ബോധ്യം എന്നും ഞങ്ങളെ നയിക്കട്ടെ. ഈ വിദ്യാലയം മുന്നോട്ട് നയിക്കുന്ന ആരാധനാ സന്യാസിനി സമൂഹത്തെ, ഇവിടെ അധ്വാനിക്കുന്ന എല്ലാ ജോലിക്കാരെയും എല്ലാവിധ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ. ഈ കെട്ടിടത്തിൻ്റെ പണികൾ യഥാസമയം പൂർത്തിയാകാനും ഇതുവഴി ഞങ്ങളെല്ലാവരും അങ്ങയെ മഹത്വപ്പെടുത്താനും അവരെ സഹായിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തൃശൂർ റൂറൽ പോലീസിൽ നിന്നും വിരമിക്കുന്ന 6 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫിനും യാത്രയയപ്പ് നൽകി.
സുദീർഘവും സ്തുത്യർഹവുമായ സേവനത്തിന് ശേഷം ഏപ്രിൽ 30-ന് സർവീസിൽ നിന്ന് 6 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫിനും യാത്രയയപ്പ് നൽകി. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ SI കശ്യപൻ, വരദരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SI ഷാജി, ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ GSI അജയ് ഘോഷ്, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ GSI ബാബു, ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ASI ഷാജി, കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ GASI ഗിരിജ, സീനിയർ ക്ലർക്ക് ജോൺ ലൂയിസ് എന്നിവർക്കാണ് ഇരിങ്ങാലക്കുടയിലെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ വെച്ച് യാത്രയയപ്പ് നൽകിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് സംഘടിപ്പിച്ച ചടങ്ങിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥരുടെ സേവനകാലത്തെ അഭിനന്ദിച്ച അദ്ദേഹം അവർക്ക് പ്രശംസാ പത്രങ്ങൾ കൈമാറുകയും ഭാവി ജീവിതത്തിന് ആശംസകൾ നേരുകയും ചെയ്തു. അഡീഷണൽ SP VA കൃഷ്ണദാസ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP NS സലീഷ്, വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, പോലീസ് അസോസിയേഷൻ പ്രതിനിധികൾ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കുണ്ടുകാട് ശ്രീ പേര ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ 8:30-ന് ക്ഷേത്രം മേൽശാന്തി കൃഷ്ണ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു. പ്രസിഡന്റ് TK മോഹനൻ, സെക്രട്ടറി KS വിനീത്, ട്രഷറർ KM അജയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മെയ് 2-ന് പേര ഭഗവതി സന്നിധിയിൽ 12 വരെ വർഷം തോറും നടത്തിവരാറുള്ള കളംപാട്ട് മഹോത്സവം വൈകിട്ട് 6:30-ന് നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിശുദ്ധ മാർ അഭിമലേഖ് തിമോത്തിയോസ് തിരുമേനിയുടെ ഓർമ്മ തിരുനാളും പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഇന്ത്യയിലെ ദിവംഗതരായ പിതാക്കന്മാരുടെ ഓർമ്മ ദിനത്തോടും അനുബന്ധിച്ചുള്ള സമൂഹ സന്ധ്യയുടെ അടുപ്പുകൂട്ടൽ ചടങ്ങ് മാറോഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. വൈകിട്ട് 6:30-ന് നടന്ന റംഷ പ്രാർത്ഥനയ്ക്ക് പാത്രിയാർക്കീസ് മാറന്മാർ ആവാ തൃതീയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓർമ്മ തിരുനാൾ പ്രദക്ഷിണത്തിന് 100 പൊൻകുരിശുകളും പട്ടുകുടകളുമായി അനേകം വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു. ഫാദർ അബി ആന്റണി പ്രദക്ഷിണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡോൺ സോളമൻ, ഫാദർ റിനോജ് ഡേവിസ് എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് ഊട്ടുതിരുനാളിന് ആയിരങ്ങൾ എത്തിച്ചേർന്നു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487 237 2374.
മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. ഒല്ലുക്കര വിക്ടറി ITIയുടെ സ്ഥാപകനും കലാസാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖനുമായ R ഗണേഷ് മാസ്റ്ററുടെ 23ാമത് അനുസ്മരണ ദിനം ആചരിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഗണേഷ് മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചു. തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തി. വിക്ടറി ITIയുടെ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കുള്ള സാനിറ്ററി കിറ്റുകൾ വിതരണം ചെയ്തു. പട്ടിക്കാട് സ്നേഹാലയത്തിലെ അന്തേവാസികൾക്ക് നൽകുന്നതിനായി സ്നേഹാലയം ഇൻചാർജുമാരായ പോളി, ബ്രദർ പീറ്റർ ദാസ് എന്നിവർക്ക് കൈമാറി. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ ശ്യാമള മുരളീധരൻ, K ഗോപാലകൃഷ്ണൻ, ഷൈനി ഗണേഷ്, ഹരിത പ്രശാന്ത്, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ വിക്ടറി ITA മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ P രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. കൂടി ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മുടെ 2003 മെയ് 1 അദ്ദേഹം തൊഴിലാളി ദിനത്തിനോട് അനുബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായത്. ഓരോ വർഷവും നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്ത കാലഘട്ടത്തിലെ ആ നന്മകളും എന്നും ഓർത്തിരിക്കുന്ന രീതിയിൽ നമ്മൾ ഓരോ വർഷവും ഈ പുഷ്പാർച്ചനയും അനുസ്മരണ കമ്മിറ്റി മീറ്റിങ്ങുകളും കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. 20 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു മീറ്റിങ്ങുകൾ നടത്തുന്നത് നമുക്ക് കുറയ്ക്കാമെന്ന നമ്മുടെ കമ്മിറ്റിയുടെ
ഞങ്ങൾ ഈ ആൾക്കാരുടെ എല്ലാവരെയും കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുഷ്പാർച്ചനയും ചെറിയ രീതിയിലുള്ള സർവീസിൻ്റെ ഒരു ഇത് മാത്രമായിട്ട് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. 23 വർഷം വിക്ടറിയുടെ സ്ഥാപകനായ ഗണേശൻ മാസ്റ്റർ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അന്നത്തെ ഓർമ്മ എന്നും ജ്വലിക്കുന്ന ഓർമ്മയായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ ഇത്രയും ആൾക്കാർ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ രാജ മിനിസ്റ്റർ വരുമ്പോൾ പറയുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇന്ന് ഉണ്ടല്ലോ എന്നുള്ളത്. ഓരോ വർഷവും നിങ്ങൾ കാണിക്കുന്ന സഹകരണം, വിക്ടറിയോടും കുടുംബത്തോടും കാണിക്കുന്ന സഹകരണത്തിൽ അതിയായ സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇതിൽ എല്ലാ വർഷവും ഇപ്പോൾ അതാണ് ഞങ്ങൾ സംസാരിച്ചു വന്നത്. അതായത് കോവിഡ് കാലത്തും ആരും പുറത്തിറങ്ങാത്ത സമയത്തും എല്ലാ പ്രോട്ടോക്കോളുകളിൽ നിൽക്കുന്ന സമയത്ത് പോലും എല്ലാ സമയത്തും ഒപ്പം പുഷ്പാർച്ചന മെയ് 1 അന്ന് അവിടെ നമ്മുടെ MLA ആയും മന്ത്രിയായും ഒരിടയ്ക്ക് ചീഫ് വിപ്പായും ഒക്കെ ഉള്ള സമയത്തൊക്കെ നമ്മുടെ രാജേട്ടൻ ഇവിടെ വന്ന് ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇന്ന് രാവിലെ 7 മണിക്ക് ഇദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ വെറുതെ വിളിച്ചപ്പോൾ ഞാൻ ഹലോ എന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ അടുത്തൊരു ഡയലോഗാണ് പറഞ്ഞത്, 1 തടവ സൊന്ന 100 തടവ സൊന്ന മാതിരി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അതായത് അദ്ദേഹം ആ വാക്ക് പറഞ്ഞ മെയ് 1 എന്ന് പറഞ്ഞാൽ അത് ഞാനിവിടെ ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മയും നമ്മൾ പറയാതെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം. പ്രശാന്ത് മേനോൻ പറഞ്ഞതുപോലെ ഈ 2026 മെയ് 1 വരെയുള്ള എല്ലാ കാലത്തും വളരെ കൃത്യമായി ആചരിക്കുകയും കഴിഞ്ഞ 10 വർഷമായി അതിൻ്റെ കൂട്ടത്തിൽ സ്ഥിരമായി വരാൻ അവസരം കിട്ടുകയും ചെയ്യുന്ന ഒരാളാണ്. ഗണേശൻ മാസ്റ്റർ പരിചയം ചെയ്തിട്ട് ഇങ്ങനെ പഴയ വിക്ടറി കളിക്കുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരിക്കുന്ന കാലത്ത് മരണത്തിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷക്കാലത്തെങ്കിലും അടുത്ത ബന്ധം അദ്ദേഹവുമായി പുലർത്താനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രീതികളും വിശേഷങ്ങളും ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം എടുക്കുന്ന എഫർട്ടുമൊക്കെ പുതിയ കാലത്ത് ഇത്തരം സംഘാടകരുടെ മാർഗരേഖയായിട്ടുള്ള ഒരു പുസ്തകമായി ഉണ്ടാകേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന അഭിപ്രായക്കാരനാണ്. തീർച്ചയായിട്ടും 23ാമത് വർഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ മുമ്പിൽ ശിരസ് നമിക്കുമ്പോൾ വിക്ടറി കുടുംബത്തിന് അഭിമാനത്തോടെ ചിന്തിക്കാം, അദ്ദേഹം തുടങ്ങിവെച്ച, അദ്ദേഹം നട്ടുനനച്ച ഒരു ചെടി ഇന്നൊരു വടവൃക്ഷമായി കേരളത്തിൻ്റെ 6ഓളം കേന്ദ്രങ്ങളിൽ വിലസിക്കുന്ന ഒരു മഹനീയമായ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വിക്ടറി ഐടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നേരത്തെ പ്രിയപ്പെട്ട TP രാമകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലും ഇപ്പോൾ ശിവൻകുട്ടി മിനിസ്റ്റർ മന്ത്രിയായിരിക്കുന്ന കാലത്തുമൊക്കെ പ്രശാന്ത് മേനോനും ഇതിൻ്റെ സംഘാടകരും ഇതിൻ്റെ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഒരു സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു IT കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലെ അവാർഡുകൾ വാങ്ങിക്കൂട്ടി ജനകീയമായ വിധത്തിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ അനുഭവങ്ങളെ കുറിച്ച് ഞങ്ങൾ പങ്കിടാറില്ല. അവസാനിപ്പിക്കുകയാണ്. ഗണേശൻ മാസ്റ്ററുടെ ഓർമ്മ പുതുക്കുമ്പോൾ മരണപ്പെട്ട ആളുകളുടെ പേരിൽ 10-15 നിലയുള്ള കെട്ടിടങ്ങൾ പണിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരാശയത്തെ ഏറ്റവും ഓരോ വർഷവും കഴിയുന്നതോറും ഏറ്റവും ജനകീയമായി അദ്ദേഹത്തിൻ്റെ തന്നെ ഓർമ്മ തലങ്ങളിൽ സമർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ ഒരു ഓർമ്മപ്പെടുത്തലുമില്ല. പുറതെറ്റാതെ കോവിഡ് കാലത്ത് പോലും ഞാനിപ്പോൾ വന്നപ്പോൾ സുരേഷ് പറയുമായിരുന്നു, ഒരു ഘട്ടത്തിൽ 8 പേര് നമ്മൾ അവിടെ പുഷ്പാർച്ചന നടത്തിയെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഗണേശൻ മാസ്റ്റർ നഷ്ടം ഒരു 1/4 നൂറ്റാണ്ടിലേക്ക് എത്താൻ പോവുകയാണ്. വളരെ വിപുലമായിട്ടുള്ള 1/4 നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു വർഷക്കാലത്ത് നല്ല ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികളോടുകൂടി പൊതുസമൂഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. പോൾ ബ്രദറും ടീച്ചർ ബ്രദറും ഇവിടെ വന്നിരിക്കുന്ന യഥാർത്ഥത്തിൽ സ്നേഹഭവനത്തിൻ്റെ മാത്രം പ്രതിനിധികളായിട്ടല്ല, നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ പക്ഷം ചേരാനും ആലംബഹീനരും ഒരുപക്ഷെ പരിമിതമായിട്ടുള്ള സഹായങ്ങൾ മാത്രം അല്ലെങ്കിൽ പരിമിതമായിട്ടുള്ള സഹായങ്ങൾ മാത്രം ലഭ്യമാക്കിക്കൊണ്ട് അശരണരായ മനുഷ്യരെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും പ്രതിനിധികളാണ്. എപ്പോഴെങ്കിലും നമുക്ക് പറ്റിയാൽ അവിടെ നിന്ന് പോകണം. ഞാൻ പീറ്റർ ബ്രദറുള്ളപ്പോഴും പോൾ ബ്രദറുള്ളപ്പോഴും ഒക്കെ നിരന്തരമായി പോകുന്ന ഒരു കേന്ദ്രമാണ്. എപ്പോഴും ഒരാളെ വിശുദ്ധനാകണയിൽ മാർപ്പാപ്പയ്ക്ക് മാത്രം സാധിക്കില്ല. ഇത് ഗണേശൻ മാസ്റ്റർ വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്
ഐതിഹ്യമായിട്ട് പറയാനുള്ളത്, എനിക്ക് സാറിനോട് പറയാനുള്ളത്, ഇദ്ദേഹം കത്തോലിക്ക സഭയിലാണ് ഇതൊരു വിശുദ്ധനായത്. അത്രയ്ക്ക് പുണ്യ പ്രവർത്തികൾ ചെയ്ത് അത്രയ്ക്ക് മഹിമീയമായിട്ടുള്ള ഉടനെയാണ് കലാശന്മാർക്ക്. വർഷങ്ങൾക്ക് മുൻപേ സാറിനറിയാം, ഞങ്ങൾക്ക് സഹായങ്ങൾ വർഷങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതല്ല, നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്ന വലിയ കാര്യത്തിൻ്റെ പ്രവൃത്തികളാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്, വർഷങ്ങളായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്കെ കണ്ടാൽ നിങ്ങൾ അഭിനന്ദിക്കുന്നത്, ഈ ഐതിഹ്യനെ അഭിനന്ദിക്കുന്നു, ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒല്ലൂക്കര സെന്റ് ജോസഫ് ചർച്ചിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ മെയ് 1, 2, 3, 4 ദിനങ്ങളിൽ ആചരിക്കും. വെള്ളിയാഴ്ച 5:30 കുർബാനയ്ക്ക് ശേഷം 7 മണിക്ക് സ്വിച്ച് ഓൺ കർമ്മം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. കൗൺസിലർ സൗമ്യ പ്രതീഷ് പങ്കെടുത്തു. മെയ് 2 ശനിയാഴ്ച 6:30 വിശുദ്ധ കുർബാനയോടുകൂടി കൂട് തുറക്കൽ ചടങ്ങും രാത്രി 10:30 യൂണിറ്റുകളുടെ അമ്പ് പ്രദക്ഷിണം സമാപിക്കും. വികാരി റവറൻ ഫാദർ ഇട്ടിച്ചൻ കുരിശ്ശേരി, കൈക്കാരന്മാരായ സെബാസ്റ്റ്യൻ KF, ഷൈജു പുല്ലൻ, ടിറ്റോ ഫ്രാൻസിസ്, ആന്റണി പുലിക്കോട്ടിൽ, തിരുനാൾ കൺവീനർമാരായ PS പ്രതീഷ്, പബ്ലിസിറ്റി കൺവീനർ ഇഗ്നേഷ്യസ് കൊമ്പൻ എന്നിവർ തിരുനാളിന് നേതൃത്വം നൽകും. അപ്പോൾ ഈ ദീപാലങ്കാരത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമാകാൻ സാധിക്കട്ടെ എന്നൊരു സന്ദേശം കൂടി ഈ ദീപാലങ്കാരത്തിന്, ഓരോ പള്ളിയുടെയും തിരുനാളോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരത്തിനുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ഓരോ തിരുനാളും നമ്മുടെ കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സന്ദേശമാണ് വിളിച്ചോതുന്നത്. എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അംഗൻവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന പാണഞ്ചേരി, പുത്തൂർ, നടത്തറ, മാടക്കത്തറ എന്നീ 4 പഞ്ചായത്തുകളിലെ 13 അംഗൻവാടി ജീവനക്കാരാണ് വിരമിക്കുന്നത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രോജക്ട് ലീഡർ ബിന്നി വർഗീസ്, ഒല്ലൂക്കര ശിശു വികസന പദ്ധതി ഓഫീസർ രമ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജി ഗരിജ, ICDS സൂപ്പർവൈസർമാരായ ജീനു ലാസർ, പ്രീനു പ്രസാദ്, റീതു, ദീപ, ഫാത്തിമ, BDO ലൗലി PR, ഓമന എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. വിരമിക്കുന്ന എല്ലാവരെയും ചടങ്ങിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് അംഗൻവാടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മൃത്യോർമാമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ലില്ലി ടീച്ചർ, കോമള ടീച്ചർ, ഫ്രാൻസി ടീച്ചർ, ജോസഫ് ടീച്ചർ, അംബിക ടീച്ചർ,
ശോഭന ടീച്ചർ സത്യസ്വരൂപ പരിപാലക തവ ശരണം ശരണം ജ്യോതിപ്രദായക ജഗദീശ്വര തവ ശരണം ശരണം ജീവനായക പ്രഭുവരണി സച്ചിദാനന്ദ ഗുരുവരണി ജീവനായക പ്രഭുവരണി സച്ചിദാനന്ദ ഗുരുവരണി തവ ശരണം 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 കരുണാമയ സാഗരമേ തവ ശരണം 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 കരുണാമയ സാഗരമേ സത്യസ്വരൂപ പരിപാലക തവ ശരണം Don't see
മരോട്ടിച്ചാൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മോർ ഗീവർഗീസ് സായിദയുടെ ഓർമ്മ പെരുന്നാളും പരിശുദ്ധ അബ്ദുൽ ജലീൽ ബാവായുടെ തിരുശേഷിപ്പ് സ്ഥാപനവും വിവിധ ചടങ്ങുകളോടെ നടത്തി. ഏപ്രിൽ 30, മെയ് 1 തീയതികളിലാണ് ചടങ്ങുകൾ നടത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് തിരുശേഷിപ്പ് വഹിച്ചുള്ള പ്രദക്ഷിണം, തിരുശേഷിപ്പ് സ്ഥാപിക്കൽ, സന്ധ്യാപ്രാർത്ഥന, പ്രസംഗം, ആശീർവാദം, വാദ്യമേളം എന്നിവയും വെള്ളിയാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, പ്രസംഗം, തിരുശേഷിപ്പ് വണക്കം, ലേലം, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണം എന്നീ ചടങ്ങുകൾ നടത്തി. ചടങ്ങുകൾക്ക് അഭിവന്ദ്യ മെത്രാപ്പോലീത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലിമിസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പള്ളി വികാരി ഫാദർ ജോൺ വൈനിലത്തിൽ, പള്ളി കമ്മിറ്റി ഭാരവാഹികളായ ലിജു ചിറപ്പുറത്ത്, ബൈജു എളമന, ലിൻസൺ ആച്ചേരിക്കുടിയിൽ, മനോജ് മോളത്ത്, വിനീഷ് പ്ലാച്ചേരി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിനു കീഴിലെ കല്ലുംകൂട്ടം സെന്റ് പോൾ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം ആഘോഷിച്ചു. റീസൺ അക്കരയുടെ വസതിയിൽ നടന്ന വാർഷികം ഇടവക വികാരി ഫാദർ ജോജോ എടത്തിരുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് റീസൺ അക്കര അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ മാർട്ടീന, സിസ്റ്റർ ജിൻസി മരിയ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കേന്ദ്രസമിതി കൺവീനർ ജോജു എലുവത്തിങ്കൽ, ബ്രദർമാരായ നോയൽ, ജിസ്മോൻ, ട്രസ്റ്റി ജോൺ കല്ലിയൽ, ജെയ്സൺ ചീരൻ, വിനീഷ് എൻ ജെയിംസ്, അനു ജിനോ, റിൻസ് കോടങ്കണ്ടത്തിൽ, ഷിൻഡു വിജോ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർഷികാഘോഷത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു നാരി, ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യോ നീയൊരു യൂതൻ, ഞാൻ ഇന്നൊരു ശമരായത്തി, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. അറിയുന്നില്ലേതും നീ എന്നോടു നീ ചോദിച്ച. ചന്ദനക്കുന്ന് ശ്രീ വനദുർഗാ ദേവി ക്ഷേത്രത്തിൽ പൗർണമി ദർശനവും മഞ്ഞൾക്കുട ഘോഷയാത്രയും സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 8:30 ചെറുകുന്ന് ആൽത്തറയിൽ നിന്നും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച മഞ്ഞൾക്കുട ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിലെത്തി സമാപിച്ചു. തുടർന്ന് മഞ്ഞൾ അഭിഷേകവും പ്രസാദ വിതരണവും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ PV ചന്ദ്രൻ, മഞ്ചേഷ് ചെമ്പാറ, ശ്യാം, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. എല്ലാവർക്കും അന്നദാനവും ഒരുക്കിയിരുന്നു.
ഒരു ഇടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ കലാസദനം, YMCA തൃശ്ശൂരും ഭാരതീയ വിജ്ഞാന കേന്ദ്രവും സെന്റ് മേരീസ് കോളേജും സംയുക്തമായി നൃത്ത വിദ്യാർത്ഥികൾക്ക് അരങ്ങേറ്റത്തിന് വേദിയൊരുക്കി. തൃശൂർ സെന്റ് മേരീസ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് വേദിക 2026 എന്ന പേരിൽ പരിപാടി അരങ്ങേറിയത്. ഇതിന്റെ ഉദ്ഘാടനം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ കലാസദൻ പ്രസിഡന്റ് ബാബു കവലക്കാട്, YMCA പ്രസിഡന്റ് ജോജു മഞ്ഞില, കലാസദൻ സെക്രട്ടറി ഫാദർ ജിയോ തെക്കിനിയത്ത്, സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മീന കെ ചെറുവത്തൂർ, ഭാരതീയ വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ ജിഷ എലിസബത്ത് വർഗീസ്, YMCA ട്രഷറർ ഷാജി ചെറിയാൻ എന്നിവരും പങ്കെടുത്തു. കുഞ്ഞുങ്ങൾക്ക് കൂടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ഇവരുടെയൊക്കെ പ്രായത്തിൽ എനിക്കുണ്ടായ ഒരനുഭവം, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അന്ന് പഠിച്ചിരുന്നത് സെൻറ് ജോസഫ് സ്കൂൾ, ഇപ്പോഴത്തെ ലാറ്റിൻ കോൺവെന്റ് LP സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ്. ആ സ്കൂളിൽ പഠിച്ചപ്പോൾ എന്നെ ഈ ഡാൻസിന് പറ്റുമെന്ന് അറിയാൻ വേണ്ടി 3ാം ക്ലാസ് അന്നത്തെ ഡാൻസ് മാഷ് ഒരു ടെസ്റ്റൊക്കെ നടത്തി. ഓട്ടം കൂടുതലിന് എന്നെ സെലക്ട് ചെയ്തു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഓട്ടം കൂടുതൽ സെലക്ട് ചെയ്തല്ലോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നിരാശപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. അപ്പനും സമ്മതിച്ചില്ല, അമ്മയും സമ്മതിച്ചില്ല.
വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയോട് ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിന് 2016 കൊരട്ടി പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ കൊരട്ടി കല്ലൂർ തെക്കുമുറി വില്ലേജ് മാമ്പ്ര ചെട്ടിക്കുന്ന് സ്വദേശി ചെമ്പാട്ട് വീട്ടിൽ 44 വയസ്സുള്ള സെയ്ദ് എന്നയാളെയാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ ഒളിവിൽ പോയി കോടതി നടപടികളിൽ സഹകരിക്കാതെ വിദേശത്തേക്ക് കടന്നതിനെ തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. വെട്ടുകാട് കേബിൾ ഓപ്പറേറ്റർ പോളിന്റെ സഹോദരൻ പൊന്നൂക്കര കൂനമ്മൂല പാലമറ്റം നെട്ടിക്കാടൻ ലോനപ്പൻ മകൻ തോമസ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര തൊഴിൽ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ അതിരൂപതയും കേരള ലേബർ മൂവ്മെന്റിന്റെയും നേതൃത്വത്തിൽ മെയ് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായി പുല്ലുണക്കിയത് മൂലം മണ്ണുത്തി ഫാംപടിയിൽ തീപിടുത്തം. കുട്ടനല്ലൂർ സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട ശിലാസ്ഥാപന കർമ്മം മാർ ടൗണിൽ നീലങ്കാവിൽ നിർവഹിച്ചു. തൃശൂർ റൂറൽ പോലീസിൽ നിന്നും വിരമിക്കുന്ന 6 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫിനും യാത്രയയപ്പ് നൽകി. കുണ്ടുകാട് ശ്രീ പേര ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.